ഹലോ ഹായ്, എൻ്റെ പേര് മിനി ജോൺ. ഞാൻ തൃശ്ശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്. മൈ റേഡിയോ 90 FM-ൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. So dears, a warm welcome to all my dear students who are going to appear for the SSLC examination March 2023. As you all know, our English examination is out of 80 marks. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനെക്കുറിച്ചും പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചും പറഞ്ഞു തരാം. So the first 15 minutes is very important. That is our cool off time. ഈ സമയം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിച്ച് മനസ്സിലാക്കി ഒരു അറേഞ്ച്മെൻറ്റ് വരുത്തുക. ഏത് ചോദ്യം വേണം നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു പ്രിപ്പറേഷൻ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിലേക്ക് പോകട്ടെ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടെക്സ്ച്വൽ പാസേജസ്, ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ പോയട്രി, എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, a data interpretation, questions based on unknown passage, discourses based on our lessons, and grammar elements. Usually, the first question is based on a textual passage. നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗത്തിലെ ഒരു പാരഗ്രാഫ്, ലെസണിലെ ഒരു പാരഗ്രാഫ് ആയിരിക്കും ആദ്യത്തെ ചോദ്യം. ആ പാരഗ്രാഫ് നല്ലതുപോലെ മനസ്സിരുത്തി വായിക്കുക. അതിനുശേഷം താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുക. ഓരോ മാർക്കിൻ്റെ 5 ചോദ്യങ്ങളായിരിക്കും ഇവിടെ തന്നിട്ടുണ്ടാവുക. അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ ആൻ അൺനോൺ പാസേജ്. അപ്പോൾ നമുക്ക് പരിചിതമല്ലാത്ത, അതായത് ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കാത്ത ഒരു പാരഗ്രാഫാണ് തന്നിട്ടുണ്ടാവുക. എന്നാലും അതിനൊരു പ്രയാസം കരുതേണ്ട ആവശ്യമില്ല, എളുപ്പമുള്ളൊരു പാസേജ് തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെയും നമ്മൾ മനസ്സിരുത്തി നന്നായിട്ട് വായിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ക്ലൂ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് തന്നെ ആയിരിക്കും അതിൻ്റെ ഉത്തരം. അപ്പോൾ അത് വായിക്കുക. ഇവിടെയും 5 ചോദ്യങ്ങളായിരിക്കും, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. ഈച്ച് ക്യാരീസ് 1 മാർക്ക്. ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ടൈറ്റിലായിരിക്കും, ടു ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ ഗിവൺ പാസേജ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബുക്സിനെ കുറിച്ചാണെങ്കിൽ നമുക്കത് എഴുതാമല്ലോ. അപ്പോൾ എളുപ്പമുള്ളതാണ് ഈ ഒരു ചോദ്യവും, 5 മാർക്കിൻ്റെതായിട്ടുള്ള ഈ ഒരു question. Next, we can expect a narrative or a write-up. This is a choice question. ഇവിടെ ഹിൻസ് തന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ 8 മാർക്കിൻ്റെ എസ്സേ. അപ്പോൾ ഹിൻസ് നന്നായിട്ട് വായിച്ച് നോക്കുക, പ്രോപ്പർ ലിങ്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക, പാരഗ്രാഫായിട്ട് തിരിക്കണം. അപ്പോൾ അതിനു മുൻപ് നമുക്ക് ഇതിനൊരു ടൈറ്റിൽ കൊടുക്കണം. നറേഷൻ ആണെങ്കിലും അതേപോലെ റൈറ്റപ്പിനാണെങ്കിലും ടൈറ്റിൽ കൊടുക്കുക, പാരഗ്രാഫ്സ് ആയിട്ട് തിരിക്കുക, പിന്നെ ഹിൻസ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്കത് എഴുതാം. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു അവർ ഡിസ്കോഴ്സസ്. ടെക്സ്ച്വൽ ബേസ്ഡ് ഡിസ്കോഴ്സസ് ആണ്, പക്ഷെ അതിനെ 2ആയി തിരിച്ചിട്ടുണ്ട്. 5 മാർക്കിൻ്റെ ഡിസ്കോഴ്സുകളും 6 മാർക്കിൻ്റെ ഡിസ്കോഴ്സുകളും. ചോയ്സ് ഉണ്ടായിരിക്കും. 5 മാർക്കിൻ്റെ ഡിസ്കോഴ്സുകൾ എന്ന് പറയുമ്പോൾ കോൺവെർസേഷൻ, ഡയറി എൻട്രി, നോട്ടീസ് ആൻഡ് ക്വസ്റ്റ്യനയർ. The discourses that carry 6 marks are speech, character sketch, profile, letter writing, and news report. Then comes the data interpretation. Data interpretation എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഹെഡ്ലൈൻ എഴുതാനായിരിക്കും. ആ മാറ്റർ തന്നിട്ടുണ്ടായിരിക്കും കോളംസിലായിട്ട്. നിങ്ങൾക്കിതിന് മുന്നത്തെ പരീക്ഷയ്ക്ക് ഹാഫ് ഇയർലിക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 9ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ പാറ്റേൺ ഉണ്ടായിരുന്നിരിക്കും. 4-5 കോളംസ് തരും. ആ 5 കോളംസ് നന്നായിട്ട് വായിച്ച് നോക്കി അതിൻ്റെതായിട്ടുള്ള മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ഫില്ല് ചെയ്യാം. ഇവിടെയും ശ്രദ്ധാപൂർവമുള്ള വായന ആവശ്യമാണ്. ഈ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് തന്നെയാണ്. അങ്ങനെ ഓരോ മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്നത്. ഫൈനലി അവർ ലാംഗ്വേജ് എലമെൻറ്റ്സ്. ഇവിടെയാണ് നമ്മുടെ ഗ്രാമർ സെക്ഷൻ വരുന്നത്. ഫസ്റ്റ്, കംപ്ലീഷൻ ഓഫ് എ ഡയലോഗ്. ഇവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എളുപ്പമാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. ഇവിടെ നമുക്ക് പലതരം ചോദ്യങ്ങൾ വരാം. WH ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ്സ് വരാം,
ഹാഡ് ബെറ്റർ എന്നുള്ള കൺസ്ട്രക്ഷൻ വരാം, ഇഫ് ക്ലോസുകൾ വരാം, ദ മോർ എന്ന് പറയുന്ന കൺസ്ട്രക്ഷനും വരാം. അപ്പോൾ ഡയലോഗ് കംപ്ലീഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മിഡിൽ പോർഷനാണ് എഴുതേണ്ടതെങ്കിൽ തൊട്ട് മുകളിൽ കൊടുത്തിട്ടുള്ളതും അതിന് ശേഷം കൊടുത്തിട്ടുള്ളതും നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കത് ഈസി ആയിരിക്കും ആൻസർ കൊടുക്കാൻ. ഇവിടെയും ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പിന്നീട് വരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിന് 2 മാർക്കാണ്. ദെൻ കംസ് സപ്ലൈ ഓഫ് മിസ്സിംഗ് വേർഡ്സ്. ഇവിടെയും ഓരോ മാർക്കിൻ്റെ തന്നെയാണ്. എളുപ്പമാണ് എന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു തറോ റീഡർ, ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിച്ച ഒരാൾക്ക് ഈ സപ്ലൈ ഓഫ് ദ മിസ്സിംഗ് വേർഡ്സ് എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഇത് തന്നെയാണ് എഡിറ്റ് ദ പാസേജിലും. ടെക്സ്റ്റിൻ്റെ വായന അത്രയും അത്യാവശ്യമാണ്. നല്ലതുപോലെ വായിച്ചിട്ടുള്ള ഒരാൾക്ക് എഡിറ്റ് ദ പാസേജ് വിൽ ബി ഓൾസോ ഹെൽപ്ഫുൾ. ഇവിടെയും 1 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. പിന്നീട് വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ഫ്രേസൽ വെർബ്സ്, 1 മാർക്ക് ഈച്ച്. അങ്ങനെ 4-5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. പൊതുവായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മുടെ ഈ 80 മാർക്കിൻ്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ 32 മുതൽ 36 വരെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അതിൽ A+ വിന്നേഴ്സിന് മാർക്ക് പോകാൻ ചെറിയൊരു സാധ്യതയുള്ളത് നമ്മുടെ ഈ ഗ്രാമർ എലമെൻറ്റ്സ് ആണ്. ആ ഭാഗം, അതായത് ഞാൻ പറഞ്ഞു തന്നതുപോലെ ഡയലോഗ് കംപ്ലീഷൻ, റിപ്പോർട്ടഡ് സ്പീച്ച്, ഫ്രേസൽ വെർബ്സ്, സപ്ലൈ ഓഫ് ദ മിസ്സിംഗ് വേർഡ്സ്, എഡിറ്റ് ദ പാസേജ്, ഈ ഭാഗങ്ങൾ നല്ലതുപോലെ കവർ ചെയ്ത് നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തി പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗവും നമ്മുടെ ക്ലിയറായി. കാരണം 80-ൽ 80 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ഈ പാവം ഇംഗ്ലീഷ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ശ്രമിക്കണം. പക്ഷെ ഇനി എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിഷയം ഇത്തിരി ബുദ്ധിമുട്ടാണ്, എനിക്ക് ആ ചോദ്യത്തിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അയ്യോ എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് നമ്മുടെ പ്രൊഫൈല്, നമ്മുടെ നോട്ടീസ്, നമ്മുടെ ഡയറി, ഇതൊക്കെ. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനയർ. ഇപ്പോൾ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഒന്നും എഴുതാൻ കിട്ടണില്ലല്ലോ എനിക്ക്, ഞാനിനി എന്ത് ചെയ്യും, അങ്ങനെ ഒരു വിഷമമുള്ളവർക്ക് ആരെക്കുറിച്ചാണോ എഴുതേണ്ടത് ആ വ്യക്തിയുടെ പേരാണ് ടൈറ്റിൽ. അതൊന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി അണ്ടർലൈൻ ചെയ്യാലോ, അത് ചെയ്യുക. പിന്നെ തന്നിരിക്കുന്ന ഹിൻസ്, അതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ച ചെറിയ സെൻറ്റൻസസ് ആയിട്ട്, വളരെ ചെറിയ സെൻറ്റൻസസ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എഴുതാൻ പറ്റുന്നവർ അതുപോലെ എഴുതണം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യണം. നമ്മൾ ഒരു ചോദ്യം പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ പകർത്തി വെക്കണം. അത് പകർത്തിയാൽ മുഴുവൻ മാർക്ക് കിട്ടും എന്നല്ല, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. സെക്കൻഡ് എനിക്ക് പറയാനുള്ളത് ക്വസ്റ്റ്യനയർ ആണ്. ക്വസ്റ്റ്യനയർ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മളൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയെ, ഫോർ എക്സാമ്പിൾ എ ഫിലിം ഡയറക്ടർ, അല്ലെങ്കിൽ ഒരു ആക്ടർ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതിന് പറ്റുന്നത് പോലെ, ആ വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ വേണം നമ്മൾ ചോദിക്കാൻ. അല്ലാതെ വാട്ട് ഈസ് യുവർ നെയിം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് വയസ്സ്, അതൊന്നുമല്ല നമ്മൾ ചോദിക്കേണ്ടത്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഹൂ ഈസ് യുവർ റോൾ മോഡൽ, അത് നമുക്ക് ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിലും ഒരു ആക്ടർ ആണെങ്കിലും ഒരു ഡയറക്ടർ ആണെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ അംബീഷൻ, വാട്ട്സ് യുവർ ഡ്രീം, വിച്ച് ഈസ് യുവർ നെക്സ്റ്റ് പ്രോജക്റ്റ്. ഇതൊക്കെ നമുക്കൊരു റൈറ്റർക്കാണെങ്കിലും പോലും, ഒരു ഗ്രേറ്റ് പോയറ്റ്, ഒരു റൈറ്റർ, എൻ ഒറേറ്റർ, എ ഡയറക്ടർ, ഇവർക്കെല്ലാം സ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നീട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നോട്ടീസാണ്. ഈ നോട്ടീസിലെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു സ്ലൈറ്റ് ചേഞ്ചസ്, ഫോർ എക്സാമ്പിൾ യുവർ സ്കൂൾ ആൻഡ് ആർട്ട് എക്സിബിഷൻ ഈസ് ഗോയിങ് ടു ബി കണ്ടക്റ്റഡ് ഇൻ യുവർ സ്കൂൾ. അവിടെ നമുക്കൊരു ചെറിയ, നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്സാണ്, ആ യുവർ ഒന്ന് മാറ്റി ആ വൈ മാറ്റുക. സോ an art exhibition is going to be conducted in our school എന്നായിട്ട് മാറും. പിന്നെ നോട്ടീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈറ്റിലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്.
നോട്ടീസ് എന്നുള്ളത് ബോൾഡ് ലെറ്ററിൽ എഴുതുക. ദറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈറ്റിൽ. ദെൻ യു ക്യാൻ ഗിവ് ദ നെയിം ഓഫ് യുവർ സ്കൂൾ. സി ഫോർ എക്സാമ്പിൾ ABC സ്കൂൾ, XYZ സ്കൂൾ. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് പ്രോഗ്രാം, ആർട്ട് എക്സിബിഷൻ ആണോ അതോ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ആണോ, അതും കൂടി ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ്, പ്ലേസ്, ടൈം. ഈ 3 കാര്യങ്ങൾ മറക്കാൻ പാടില്ല നമ്മൾ നോട്ടീസ് എഴുതുമ്പോൾ. അതേപോലെ ഇനോഗ്രേറ്ററിൻ്റെ പേര് കൊടുക്കാം, പിന്നെ സിഗ്നേച്ചർ, കൺവീനർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ദിനചര്യ മുഴുവൻ എഴുതേണ്ട. ഇറ്റ്സ് എ പ്രിസൈസ് റൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു ഡേയ്സ്, ഇവൻറ്റ് ഓർ ഇൻസിഡൻറ്റ് നമുക്ക് പിന്നീട് വായിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡയറി എഴുതുന്നത്. അപ്പോൾ അതിൽ ഡേ, മന്ത്, ഇയർ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. നല്ലതുപോലെ പ്രയത്നിക്കുക, ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക, സ്റ്റഡി വെൽ. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യുക. 80-ൽ 80 മാർക്കും കിട്ടാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. നന്നായി പ്രിപ്പയർ ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.